ചവറയിൽ തദ്ദേശ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു. പന്മന, നീണ്ടകര എന്നിവിടങ്ങളിലും അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്തിലും അംഗങ്ങൾ ചുമതലയേറ്റു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ചവറ നിയമസഭാ മണ്ഡലം പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗങ്ങളും രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വരണാധികാരി SR രമേശ് ശശിധരനാണ് മുതിർന്ന അംഗമായി നീണ്ടകര ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗമായ മേരി ചെറിയാന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് മേരി ചെറിയാൻ മറ്റുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി. ഇവിടെ മുകുന്ദപുരം ഡിവിഷനിൽ നിന്നും വിജയിച്ച S ബുഷ്രയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വിജയി. അംഗങ്ങൾ രാവിലെ പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ തെക്കൻ കേരളത്തിലെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ചവറ ഇത്തവണ അതിൻ്റെ രാഷ്ട്രീയ ശക്തിക്കനുസരിച്ചുള്ള വിധിയെഴുത്ത് സമ്പാദിക്കുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തും 4 പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടായി. ഇത് ഇവിടുത്തെ ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകനും വാശിയോടുകൂടി കഴിഞ്ഞ നിയമസഭയിൽ അടക്കം പരാജയപ്പെട്ടതിൻ്റെ കണക്ക് തീർക്കണമെന്ന വാശിയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ വിജയം. മുന്നോട്ട് തന്നെ കൂടുതൽ വിജയത്തിനുള്ള ഊർജ്ജമായി മാറും. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻപുണ്ടായിരുന്ന 5 സീറ്റുകൾ ഇപ്പോഴും 5 ഡിവിഷനുകളും LDFന് ഇവിടെ നിലവിലുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 1 സീറ്റിലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 സീറ്റിൽ 4 സീറ്റിൽ വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് ചില ഡിവിഷനുകളിലൊക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പരാജയപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ വികസന കാര്യത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്താണ് പോയിട്ടുള്ളത്. ഈ ബ്ലോക്കിലെ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. തീർച്ചയായും ഈ ഭരണസമിതിയിലും ഈ 5 അംഗങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കും. ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും വലിയ നിലയിലുള്ള ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടിയുള്ള വോട്ടാക്കി മാറ്റുന്നതിന് ഞങ്ങൾക്ക് കഴിയും. ചവറ ഗ്രാമപഞ്ചായത്തിൽ കൊറ്റൻകുളങ്ങര വാർഡിൽ നിന്നും വിജയിച്ച RSP പ്രതിനിധി അംബിക കുമാരിയാണ് ആദ്യം സത്യപ്രതിജ്ഞ എടുത്തത്. മുതിർന്ന അംഗമായ അംബിക കുമാരിക്ക് വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇവിടെയും പ്രവർത്തകർ പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ നിന്നുള്ള CPM അംഗം പുഷ്പലത ബാബുലാലിനാണ് വരണാധികാരി താര ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രവർത്തകർ പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. പന്മന ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലെ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോലം വാർഡിൽ നിന്നുള്ള UDFിലെ രാധാകൃഷ്ണപിള്ളയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിന്നാലെ രാധാകൃഷ്ണപിള്ള മറ്റ് അംഗങ്ങൾക്ക് വാർഡ് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി യോഗവും ചേർന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്തിലും അംഗങ്ങൾ ചുമതലയേറ്റു. 11-ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗം സെബാസ്റ്റ്യൻ ആന്റണിയാണ് ആദ്യം സത്യപ്രതിജ്ഞ എടുത്തത്. മുതിർന്ന അംഗമായ സെബാസ്റ്റ്യൻ ആന്റണിക്ക് വരണാധികാരി E താജുദ്ദീനാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് സെബാസ്റ്റ്യൻ ആന്റണി മറ്റ് അംഗങ്ങൾക്ക് വാർഡ് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കൗൺസിൽ യോഗവും ചേർന്നു. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ അഴകത്ത് വാർഡിൽ നിന്നുള്ള മുതിർന്ന അംഗം CPIയിലെ B അരവിന്ദനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. വരണാധികാരി വിൽസൺ വാലന്റൈനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. അരവിന്ദൻ മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.